ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ഇന്ന് നമ്മുടെ വെനസ്ഡേ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗിൽ ഞാൻ സംസാരിക്കാൻ വന്നത് തലമുടിയെക്കുറിച്ചാണ്. കുറച്ച് ദിവസമായില്ലേ ഹെയറിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ട്. നമ്മുടെ സ്കിന്നിനെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നോ അതുപോലെ തന്നെ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് തലമുടിയുടെ വോളിയം, പിന്നെന്താ പറയുക, ഗ്ലോ, ഷൈനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെ ശ്രദ്ധിക്കുന്നു അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ പ്രായം ഏറി വരുന്തോറും ശരിക്കും പറഞ്ഞാൽ ഹെയറിൻ്റെ തിക്നെസ് കുറയാനും നമുക്ക് കഷണ്ടി വരാനൊക്കെ ഉള്ള ചാൻസസ് ആണ് കൂടുതൽ. ഫോർഹെഡിൽ നിന്ന് കൂടുതൽ മുടി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു വൈറൽ ഫീവർ വന്നാൽ അല്ലെങ്കിൽ ഒരു കൊറോണ വന്നാൽ തന്നെ തലമുടി പൊഴിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നല്ല ഹെൽത്തി ഇൻടേക്ക് ഓഫ് ഫുഡാണ്, നല്ല ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ധാരാളം ഭക്ഷണത്തിൽ നമുക്ക് ധാരാളമായിട്ട് അത് അങ്ങനെ കഴിക്കുകയും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ധാന്യങ്ങൾ ഒക്കെ കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് അങ്ങനെ നോക്കിയാലേ പറ്റുള്ളൂ. ഒരു സമയത്ത് എനിക്ക് തലമുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ട്. അതായത് 2 പ്രാവശ്യം കൊറോണ വന്നതാണ്. ഈ കൊറോണയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിരിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു വൈറൽ ഫീവർ വന്നാൽ തന്നെ എനിക്ക് പെട്ടെന്നൊരു ഹെയർ ഫോളിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് പിന്നെ തിരിച്ച് ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് കുറച്ചായിട്ട് ആ ഹെൽത്തി ഹെയറിലേക്ക് കൊണ്ടുവന്നത്. അത് നമ്മൾ വളരെ പേഷ്യൻ്റായിട്ട് ചെയ്താൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഞാൻ അത്യാവശ്യം ഹെയറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കിക്കൊണ്ട് പോകുന്ന ആൾ തന്നെയാണ്. കാരണം നമ്മൾ അത് ഹെയർ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ സ്കാൽപ്പിൻ്റെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. തലയുടെ ഈ സ്കാൽപ്പിൻ്റെ ഭാഗം അത് നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. അവിടെ ഡാൻഡ്രഫ് വരാണ്ട് സൂക്ഷിക്കണം. ഇടയ്ക്ക് ഓയിൽ മസാജ് കൊടുക്കുന്നത് നല്ലതാണ്. ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുക. ഹോട്ട് ഓയിൽ മസാജ് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂറേ വെച്ചേക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയണം. ഒരു തുള്ളി പോലും ബാക്കി അവിടെ വെക്കാത്ത രീതിയിൽ വാഷ് ചെയ്ത് കളയണം. അത് ഷാമ്പൂ ഉപയോഗിച്ചാകാം, നാച്ചുറൽ ഷാമ്പൂസ് കൊണ്ടാകാം. അത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്യണം. അതും നാച്ചുറൽ കണ്ടീഷണേഴ്സ് ആകാം. കുപ്പിയിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന നല്ല ബ്രാൻഡിൻ്റെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഉപയോഗിച്ചും ചെയ്യാം. കാരണം നമ്മളതിൽ ഹെയറിൽ ഇച്ചിരെങ്കിലും ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു, നമുക്ക് അല്ലാണ്ട് തന്നെ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ നമ്മുടെ സ്കാൽപ്പിൽ നടക്കുന്നുണ്ട്. കാര്യം ഓയിൽ ഗ്ലാൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകും. അതും പിന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ ഡസ്റ്റും അഴുക്കും എല്ലാം കൂടി ചേർന്നാണ് പിന്നെ ഡാൻഡ്രഫായിട്ട് മാറുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പും ഹെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഴ്ചയിൽ എല്ലാ ദിവസവും തലമുടി വാഷ് ചെയ്യണം എന്നില്ല. നന്നായിട്ട് സൂക്ഷിക്കാനാണെങ്കിലും ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ തല വാഷ് ചെയ്താൽ മതി. എല്ലാ ദിവസവും വാഷ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ വേർക്കണം. തലയൊക്കെ ഭയങ്കരമായിട്ട് വേർത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ വാഷ് യുവർ ഹെയർ. അങ്ങനെയാണ് ആ ഒരു പ്രിൻസിപ്പിളിൽ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത്, ഞാൻ ഇതിന് മുന്നേ ഒരു ദിവസം നല്ലൊരു ഹെയർ ഗ്രോത്തിൻ്റെ ഒരു ഓയിലിൻ്റെ, അത് ഒരുപാട് നാൾ മുമ്പ്, ഒരു 2 years ബാക്കാണെന്ന് നമ്മൾ എല്ലാ ബ്ലോഗ്സിൽ കാണിച്ചിട്ടുണ്ട്. ഹെയർ ഗ്രോത്തിൻ്റെ നല്ലൊരു എണ്ണ, വീട്ടിൽ ഉണ്ടാക്കുന്ന കാച്ചെണ്ണ. അത് കുറച്ചുകൂടി ഒരുപാട് ഇൻഗ്രീഡിയൻസ് വരുന്ന കുറച്ചുകൂടി ലബോറിയസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരുപാട് സമയം നിന്ന് എണ്ണയൊക്കെ തിളപ്പിച്ച് വറ്റിച്ച് അത് അരച്ച് ചേർത്ത് അതിങ്ങനെ അതിൻ്റെ മട്ടിയെല്ലാം കരിഞ്ഞ് വരുന്ന നല്ല മൂക്കുന്നവരെയൊക്കെ മൂപ്പിച്ചിട്ട് എടുക്കുന്ന എണ്ണയാണ്. പക്ഷേ അത് ഭയങ്കര എഫക്റ്റീവാണ്. ഒരുപാട് പേർക്ക് നല്ല ഗുണം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്രയും ഒന്നും ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിലും അത്രയും സമയമില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഓയിലും നമുക്ക് തയ്യാറാക്കാം. അത്തരമൊരു ഓയിലാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, പറയാൻ പോകുന്നു, അത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നു. ഇതും ഒരു നല്ലൊരു കാച്ചെണ്ണയാണ്. ഈ കാച്ചെണ്ണയും അതുപോലെ തന്നെ ഈക്വലി സ്ട്രോങ് ആണ്. ഇതിനകത്ത് വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതിനകത്ത് അരച്ച് ചേർക്കാനുള്ള കാര്യങ്ങളും ഇല്ല. ഇതിൽ ഞാൻ ചേർക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. എണ്ണ തയ്യാറാക്കാനായിട്ട് നല്ല കാച്ചെണ്ണയാണിത്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് അലോവേറ, നമ്മുടെ കറ്റാർ വാഴ, ഒരു ഫ്രഷ് ആയിട്ടുള്ളത് ഒരു കഷ്ണം, ഒരു നീളത്തിന്, പിന്നെ ഒരു പിടി കറിവേപ്പില, അതുപോലെ ഒരു പിടി വേപ്പില, പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരല്പം കൃഷ്ണ തുളസി, ഒരു 3 ടേബിൾ സ്പൂൺ ഉലുവ. ഇത്രയും കാര്യങ്ങൾ മതി. മണം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പച്ചക്കറിപ്പൊടി, ഒരു ചെറിയൊരു പീസ്, അത് ഉപയോഗിച്ചാൽ ഒരു നല്ല മണം ഉണ്ടാകും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് 1/2 ടീസ്പൂൺ ആയാലും മതി, 1 ടീസ്പൂൺ. ഇത് 1/2 കിലോ എണ്ണയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, വെളിച്ചെണ്ണ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ. ഇത് തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. 100% പ്യുവർ കോക്കനട്ട് ഓയിൽ, പാരഷൂട്ട്. ആക്ച്വലി ഈ വെളിച്ചെണ്ണ വെറുതെ തല തേച്ചാലും തലമുടിക്ക് നല്ല നീളം വയ്ക്കും, മുടി കൊഴിച്ചിൽ കുറയുകയൊക്കെ ചെയ്യും. ഭയങ്കര നല്ലൊരു ഓയിലാണിത്, പാരഷൂട്ട്, ദിസ് വൺ. അപ്പോൾ ഇതും ഈ കാര്യങ്ങളും എല്ലാം ചേർന്ന് വരുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എക്സലൻ്റ് ആയിരിക്കും. ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ
ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ എന്ന് പറയുമ്പോൾ അത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, പിന്നെ മുടി പൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കും, പുതിയ ഹെയർ റീഗ്രോത്തിന് സഹായിക്കുന്നൊരു കാര്യമാണ് ഉലുവ. അത് കൂളിംഗ് പ്രോപ്പർട്ടീസും ഉണ്ട്. ഉലുവ ഇപ്പോൾ നമുക്ക് ഒരു നല്ല രീതിയിലൊരു ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അത് കുതിർത്ത് അരച്ച് നമ്മൾ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ പുരട്ടുകയാണെങ്കിൽ അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. തലയ്ക്ക് നല്ലതാണ്, ഡാൻഡ്രഫൊക്കെ മാറും, അങ്ങനത്തെ ഗുണങ്ങളുമുണ്ട്. അപ്പോൾ അത് ഓയിലിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്തായാലും ആ എണ്ണയ്ക്ക് ഉണ്ടാകും. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ ബേസായിട്ട് ഞാൻ വെളിച്ചെണ്ണ മാത്രമായിട്ടുള്ളൊരു പ്രൊപ്പോർഷനാണ് പറഞ്ഞത്. ഇത് പാരച്യൂട്ട് ആ ഓയിൽ തന്നെ വാങ്ങുക, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ഒരു കലർപ്പും ഇല്ലാത്ത വെളിച്ചെണ്ണ. അതിൽ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആവണക്കെണ്ണ, കുറച്ച് നല്ലെണ്ണയൊക്കെ മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇതിപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ പ്യുവറായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന കാര്യമാണ്. പിന്നെ രണ്ടാമത് ഇതിൽ ചേർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വേപ്പില എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയല്ല, നീം ലീവ്സ്. ഈ ഒരു നീം ലീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേപ്പ് എന്ന് പറഞ്ഞാലും ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഈ ഫംഗൽ ഇൻഫെക്ഷൻസും പിന്നെ അതുപോലെ നമ്മുടെ ഡാൻഡ്രഫ് മുതലായ കാര്യങ്ങളൊക്കെ വരാണ്ട് സഹായിക്കും. പിന്നെ ഹെയർ ഫോളിക്യൂൾസ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കും, ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നീം ലീവ്സിലുണ്ട്. അതുകൊണ്ട് നീം ലീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ വേപ്പില, അതും ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കറി ലീവ്സ്, നമ്മുടെ കറിവേപ്പിലയും ഭയങ്കര നല്ലതാണ് തലമുടിക്ക്. കറിവേപ്പില ഹെയറിന് വളരെ നല്ലതാണ് എന്ന് പറയാൻ കാരണം പ്രധാനമായിട്ട് അതിൻ്റെ അകത്തുള്ള പ്രോട്ടീൻ്റെയും ബീറ്റാ കരാറ്റിൻ്റെയൊക്കെ പ്രസൻസാണ്. അപ്പോൾ ഈ ബീറ്റാ കരാറ്റിൻ ആൻഡ് പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള സ്ട്രെങ്ത് അതിന് കൊടുക്കാൻ സാധിക്കും. ഹെയർ ഫോളിക്യൂൾസൊക്കെ നല്ലതായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും. ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. മാത്രമല്ല കറിവേപ്പില ഈസ് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ്. ഈ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലെ ഡെഡായിട്ടിരിക്കുന്ന ഹെയർ ഫോളിക്യൂൾസൊക്കെ റിമൂവ് ചെയ്യും. പിന്നെ സ്കാൽപ്പിനെ നല്ലതായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുടിയുടെ സ്ട്രെങ്തിന് തരാൻ പറ്റുന്ന കാര്യമാണ് കറിവേപ്പില. പണ്ട് തൊട്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേൾക്കില്ലേ, കൈതോന്നി, കറ്റാർവാഴ, കറിവേപ്പില, ഇതൊക്കെ നല്ലതാണ്. കറിവേപ്പില മാത്രമായിട്ട് കാച്ചിയാലും എക്സലൻ്റാണ്. തലമുടിയുടെ നല്ല കളറ് നല്ല ഡാർക്കാകാനും ഒക്കെ സഹായിക്കും. പിന്നെ ചേർക്കുന്ന തുളസി ഇലയാണ്, കൃഷ്ണ തുളസിയുടെ ഇല. അത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലതായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ സ്കാൽപ്പിലുണ്ടാകുന്ന ഇച്ചിനെസ്, ഡ്രൈനെസ്, ചെറിയ ചൊറിച്ചിലൊക്കെ വരില്ലേ തലയിലിങ്ങനെ സ്കാൽപ്പിൽ, അതെല്ലാം മാറ്റും, ഡ്രൈനെസ്സൊക്കെ മാറ്റിത്തരും. ഈ തുളസി വെറുതെ അരച്ച് നമ്മുടെ സ്കാൽപ്പിലൊക്കെ പുരട്ടിയാലും നല്ലതാണ്. അതുപോലെ ഈ തുളസി ഇലയിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് പ്രിമച്വർ ഗ്രേയിങ് എന്ന് വെച്ചാൽ അകാല നര എന്ന് പറയില്ലേ, നേരത്തെ തന്നെ ചെറുപ്പത്തിലെ തന്നെ അകാല നരയല്ലല്ലോ, ഒരു മിനിറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രിമച്വർ ഗ്രേയിങ്, നേരത്തെ തന്നെ, അതായത് ബാലനര എന്നൊക്കെ പറയും, നേരത്തെ തലമുടി നരയ്ക്കുന്നവരുടെ അത് നരയ്ക്കാതിരിക്കാനും ഒക്കെ സഹായിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുടി പൊഴിയാതിരിക്കാനും വളരാനും ഒക്കെ ആ ഹെൽപ്പും ഒക്കെ ചെയ്യും നമ്മുടെ ഈ തുളസി ഇല. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളാണ്. തുളസി ഇല, പിന്നെ കറിവേപ്പില, വേപ്പില, പിന്നെ കറ്റാർവാഴ ഞാൻ പറയേണ്ടത് തന്നെ അറിയാം. കറ്റാർവാഴ ഹെയർ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അറിയപ്പെടുന്നത്. നല്ല കൂളിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഭയങ്കര സംഭവമാണ് കറ്റാർവാഴ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഓയിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. പച്ചക്കർപ്പൂരം ഒരു മണത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെന്താണ്, നമ്മുടെ സ്കാൽപ്പിനെ കൂളാക്കാനും സഹായിക്കും. ഭയങ്കരമായിട്ട് സൂത്തിങ് ഇഫക്റ്റാണ്. ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലതായിട്ട് കൂട്ടി ത്വരിതപ്പെടുത്തുക, അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ ഈ പച്ചക്കർപ്പൂരത്തിന് നമുക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. അപ്പോൾ പച്ചക്കർപ്പൂരം നമ്മൾ ഓയിൽ ചേർക്കുന്നത് വളരെ ഇഫക്റ്റീവാണ്. ഹെയർ ഗ്രോത്തിനും ഒരു ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ വരാണ്ടിരിക്കാനും ഹെയർ ഫോളിക്യൂൾസിൻ്റെ ഹെൽത്തിനും ഒക്കെ ഗുണം ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ എളുപ്പത്തിൽ ഇതൊന്നും അരയ്ക്കുന്നില്ല, പിന്നെ ചതയ്ക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് പിന്നെ ഇതിനകത്തൊരു കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിടും, ഒന്ന് ചതച്ചിട്ട്. കാര്യം അത് കുറച്ച് നല്ലതാണ്. ഓയിൽ കുറച്ചുകൂടി സ്ട്രോങ്ങറാണ്. നമുക്ക് ജലദോഷം അങ്ങനത്തെ കാര്യങ്ങൾ, തണുപ്പ്, കാര്യം കറ്റാർവാഴയൊക്കെ ഇച്ചിരി തണുപ്പാണ്. അപ്പോൾ ആ തണുപ്പടിച്ചിട്ട് ഓയിൽ കുറച്ച് കൂളാണ്. അത് കാരണം നമുക്ക് പനി, ജലദോഷം അങ്ങനത്തെ കാര്യങ്ങൾ, ചിലർക്ക് കുറച്ച് എണ്ണ തേച്ച് കുളിച്ചിട്ട് ഇങ്ങനെ ഒരു ജലദോഷം പോലുള്ള കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാനാണ് കുരുമുളകും കൂടി ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ ഓയിൽ നമ്മളിപ്പോൾ കാച്ചി വെച്ചാലും
വെച്ച് കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതെടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ ഓയിൽ ഡയറക്റ്റായിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കേണ്ട. ഒരു തവിയോ ഒരു കിണ്ണമോ ഒരു പാത്രമോ ഒന്ന് ചൂടാക്കിയിട്ട് അത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് എണ്ണ അല്പം ഒഴിച്ച് കൊടുത്തിട്ട് കോട്ടൺ മുക്കിയിട്ട് സ്കാൽപ്പിലെല്ലാം നന്നായിട്ടിങ്ങനെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ സർക്കുലർ മൂവ്മെൻറ്റ്സിൽ മസാജ് ചെയ്യുക. അതാണ് ഹോട്ട് ഓയിൽ മസാജ്. ഓക്കെ, കോട്ടൺ വെച്ചിട്ട് മുക്കി ഇങ്ങനെ വകുപ്പെടുത്ത് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്കാൽപ്പ് ഫിംഗേഴ്സ് കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഒരു ചൂട് ടവൽ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം റാപ്പ് ചെയ്ത് ഒന്ന് ഹീറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് ഇറങ്ങുക. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്താൽ എക്സലൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കുന്ന കാണേണ്ടത് ഇത് എളുപ്പമാണ്. ഇതെല്ലാം കൂടി മുറിച്ച് വാരിയിടുന്നു. കറ്റാർ വാഴ മുറിച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത്രയുള്ളൂ. എല്ലാം കൂടി ഒരു 10 മിനിറ്റ് സമയം തന്നെ ധാരാളം മതിയോ. 10 മാക്സിമം 15 മിനിറ്റ്സ്. അത് കഴിഞ്ഞാൽ അത് അരിച്ചെടുക്കുന്നു. എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ആ ഉണ്ടാക്കുന്നതും കൂടി നിങ്ങളൊന്ന് കാണുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. ചട്ടിയിലേക്ക് പാരഷൂട്ടിൻ്റെ പ്യുവർ കോക്കനട്ട് ഓയിൽ, ഇത് 1/2 kg ഒഴിച്ചിട്ട് അലോവേറ പീസസ് ആയിട്ടാണ് വരുന്നത്. അരച്ചൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് കറിവേപ്പില, വേപ്പില, തുളസിയില, ഉലുവ, അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആഹാ, നല്ല മണം. ഇപ്പോഴേ നല്ല മണം. നന്നായിട്ട് തിളക്കട്ടെ. ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങിക്കോളും. ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് പോലും നമ്മൾ ചതച്ചിട്ടില്ല, അരച്ചിട്ടില്ല, ഒന്നുമില്ല. അല്ലാണ്ട് തന്നെ കിട്ടുന്ന ഒരു ഗുണമാണ് ഈ ഓയിലിന് ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിക്കഴിഞ്ഞു. ഇത്ര മതി. നല്ല പാകമായിട്ടുണ്ട്. എണ്ണയുടെ കളറ് ഒരു ലൈറ്റ് ഷെയ്ഡേ വരുള്ളൂ, ഒരുപാട് ഡാർക്കാവില്ല. ഇനി ഇതിനകത്ത് ഇത് തന്നെ ഒരു നല്ല മണമാണ്. ഇത് എക്സ്ട്രാ മണം വേണമെന്നുണ്ടെങ്കിൽ ഇത് പച്ചക്കറിപ്പൂരം കുറച്ച്, ഒരു ഫുള്ള് വേണമെന്നില്ല, ഇത്രയും വേണമെന്നില്ല, അതിൻ്റെ പകുതി ഇടാം. അത് ഓപ്ഷണലാണ്. ഇത് ഇത്ര ഇട്ടാലും മതി. നല്ല മണമായിരിക്കും, സ്പെഷ്യൽ മണം. ഓഫ് ചെയ്യുന്നു. കരിക്കൊന്നും വേണ്ട, ഇത് മതി. ഒന്നും കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ചേർത്ത എല്ലാ ചേരുവകളുടെയും സത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങളെല്ലാം ഈ എണ്ണയിൽ കിട്ടിക്കഴിയും. ഇനി ജസ്റ്റ് ഒന്ന് അരിപ്പയിലൂടെ അരിച്ച് മാറ്റിയാൽ മതി. ഇത് അരിച്ചെടുക്കാനും ക്ലിയർ ആക്കി എടുക്കാനൊക്കെ കുറച്ചുകൂടി ഈസിയാണ്. ഉലുവയെല്ലാം പാകത്തിന് മൂത്തു. ആ, നല്ല മണം. പച്ചക്കറിപ്പൂരത്തിൻ്റെ കൂടി മണം കൂടി വന്നപ്പോൾ ഈ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ല രസകരമായ മണമാണ്. തലമുടിക്ക് നല്ല കാച്ചെണ്ണയുടെ മണമൊക്കെ കിട്ടും. ഇനി അരിപ്പയിലൂടെ അരിച്ചു മാറ്റാം. അങ്ങനെ നമ്മുടെ 1/2 കിലോ എണ്ണയിൽ നമ്മുടെ കാച്ചെണ്ണ റെഡി. ഇത് നല്ല ബ്യൂട്ടിഫുൾ എണ്ണ, നോക്കി, നല്ല മണവും അതുപോലെ ഗുണം. അങ്ങനെ ഓയിൽ റെഡിയാക്കി കൊണ്ടുവന്നു. കണ്ടല്ലോ, ഇഷ്ടംപോലെ എണ്ണയുണ്ട്. കുറേ ദിവസത്തേക്ക് വരും. സൂക്ഷിച്ച് വെച്ചാൽ മതി. ഓരോ പ്രാവശ്യവും ചൂടാക്കിയിട്ട് ഉപയോഗിക്കാം. നല്ല മണമാണ്. ഈ മുറി മുഴുവൻ മണക്കണ പോലെയാണ്. ഇത് ഇവിടെ കൊണ്ട് വെച്ചതേ ഉള്ളൂ. നൈസ്. അടുക്കളയിലേക്ക് കയറാൻ വയ്യ, അവിടെ ഫുള്ളും എണ്ണയുടെ മണമാണ്. അപ്പോൾ ഇങ്ങനെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഉരുളിയിലുണ്ടാക്കാം, അല്ലെങ്കിൽ ചീനിച്ചട്ടിയിലുണ്ടാക്കാം, അയൺ പാത്രത്തിലുണ്ടാക്കാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇത് ഞാൻ അന്ന് കാണിച്ച ഓയിൽ പോലെ തന്നെ ഇഫക്റ്റീവാണ്. അതിനെക്കാട്ടിലും കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, പക്ഷേ നല്ല അതേ ഇഫക്റ്റ് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. ഒരു 2-3 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 2 ദിവസം വെച്ച് ഈ എണ്ണ വെച്ച് മസാജ് ചെയ്ത് ഞാൻ പറഞ്ഞ മെത്തേഡിൽ വാഷ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക.
ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടും എനിക്ക് പറഞ്ഞു തരിക. ഓക്കെ, അപ്പോൾ അത് വായിക്കുമ്പോൾ എനിക്ക് സന്തോഷമാവും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.